ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സിമെറ്റിനെ പറ്റിയിട്ടാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സിമെറ്റ് കോളേജസ്. അപ്പോൾ സിമെറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. ഇതാണ് സിമെറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ സിമെറ്റിന്റെ അണ്ടറിൽ കുറച്ച് കോളേജസ് വരുന്നുണ്ട്. 5 കോളേജസ് ആണ് ഇപ്പോൾ നിലവിൽ സിമെറ്റിന്റെ കീഴിൽ വന്നിട്ടുള്ളത്. സിമെറ്റ് കോളേജസിൽ 51 സീറ്റാണ് ഓരോ കോളേജിലും വരുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കം കോളേജ് പറയുന്നുള്ളൂ. 5 കോളേജാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ ഒരു കോളേജ് നമ്മുടെ തിരുവനന്തപുരം മുട്ടത്തറയിലുണ്ട്. രണ്ടാമത്തെ കോളേജ് എന്ന് പറയുമ്പോൾ മലമ്പുഴ പാലക്കാടിലാണ് വരുന്നത്. മൂന്നാമത്തെ കോളേജ് പള്ളുരുത്തി എറണാകുളമാണ് വരുന്നത്. 4ാമത്തെ കോളേജ് ആണെങ്കിൽ ഉടുമ കാസർഗോഡാണ് വരുന്നത്. പിന്നെ 5ാമത്തെ കോളേജ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇതാണ്. ഇത്രയും 5 കോളേജസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സിമെറ്റിന്. അപ്പോൾ ഓരോ കോളേജിലും 51 സീറ്റ് വീതമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിമെറ്റിന്റെ സീറ്റിലോട്ട് നമുക്ക് BSc നഴ്സിംഗിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ LBS വഴി തന്നെയാണ് ആപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ സെപ്പറേറ്റ് പ്രോസസ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ ഡയറക്റ്റ് LBS ത്രൂ തന്നെയാണ് നമുക്ക് സീറ്റ്, അല്ലെങ്കിൽ LBS ത്രൂ ആണ് ഇങ്ങോട്ടേക്കുള്ള സ്റ്റുഡൻസിനെയും അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സിമെറ്റിന്റെ കോളേജസിലോട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ ഫീസ് എല്ലാം നമ്മൾ LBSനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സെയിം ആയിട്ട് LBS ഫീസ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ LBSന്റെ ഫീസ് എന്ന് പറയുമ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ 73,025 രൂപയാണ് വരുന്നത് ഒരു വർഷത്തിന്, ട്യൂഷൻ ഫീ മാത്രം. NRI കോട്ടയും സിമെറ്റ് കോളേജിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ NRI കോട്ടയിലോട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് ട്യൂഷൻ ഫീ എന്ന് പറയുമ്പോൾ 95,000 ആണ് വരുന്നത്. അതായത് 95K ആണ് വരുന്നത് ഒരു വർഷത്തിന് BSc നഴ്സിംഗിന്. BSc നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ 5 കോളേജസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ ഏത് കോളേജിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും LBS ത്രൂ തന്നെയാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റിടത്തെ പോലെ തന്നെ ഈ SC ST വിഭാഗക്കാർക്ക് ഫീസ് ഇളവ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. വേറെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതുവരെ സിമെറ്റിന് നിലവിലില്ല. നമ്മുടെ സ്പെഷ്യൽ ഫീ എന്ന് പറയുമ്പോൾ LBSനുള്ള പോലെ തന്നെ അല്ലെങ്കിൽ ബാക്കി ഏത് വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ ഫീ ആയിട്ടുള്ള 23,000 രൂപ എവിടെയും വരുന്നുണ്ട്. നമ്മുടെ സിമെറ്റ് കോളേജസിലോട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോഴും വരുന്നുണ്ട് ഈ 23,000 രൂപ. ഇത് ബാക്കി എല്ലാ കോളേജസും വേറെ ഏത് അലോട്ട്മെന്റ് വഴി നമ്മൾ അഡ്മിഷൻ എടുത്താലും നമുക്ക് സ്പെഷ്യൽ ഫീ നിർബന്ധമായിട്ടും നമ്മൾ അടച്ചിരിക്കണം. കോഷൻ ഡെപ്പോസിറ്റും 10,000 രൂപ നമ്മൾ അടച്ചിരിക്കണം. ഈ കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് തിരിച്ച് റിട്ടേൺ തരും. അതായത് 10,000 കൊടുത്ത 10,000 രൂപ നമുക്ക് തിരിച്ചു തരും. അപ്പം നമ്മൾ +2 അഡ്മിഷന് കയറിയ സമയത്ത് ആ സമയത്ത് +1 നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് അടച്ചിട്ടുണ്ടാവും. തിരിച്ചിറങ്ങുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടാവും. നമ്മുടെ 5 മുതൽ 10 വരെ സമയത്തും അങ്ങനെ തന്നെ. നമ്മൾ ഈ TC സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് അവർ നമുക്ക് കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ചു തരുന്നതാണ് നമ്മുടെ സ്കൂളിൽ നിന്ന്. സിമെറ്റ് കോളേജിന്റെ അണ്ടറിൽ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ LBS ത്രൂ വേണം അപ്ലൈ ചെയ്യാൻ. LBS വഴി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കോളേജ് സെലക്ഷൻ ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ സിമെറ്റ് കോളേജും കൂടെ ചേർത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സിമെറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും.